പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ 92കാരി പത്മാവതിയും ഇന്ദിരയും ഇന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം നടത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. സുരേഷ് ഗോപി തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ 92കാരിയായ പത്മാവതി അമ്മയും 67കാരിയായ അവരുടെ മകൾ ഇന്ദിരയും ഇത്തരത്തിൽ അകത്തേത്തറ പഞ്ചായത്തിന് മുൻപിൽ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ഇരുന്നത്. തങ്ങൾക്ക് ഈ പെൻഷൻ 6 മാസമായി ലഭിക്കാതായതോടുകൂടെ തന്നെ മരുന്നിനും ഭക്ഷണത്തിനും പോലും വഴിയില്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഈ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തിയത്. ഏതായാലും ആ സമരം നടത്തിയതിന് പിന്നാലെ BJP പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ട സൗകര്യങ്ങൾ നൽകാമെന്ന് ആദ്യം പറയുകയുണ്ടായി. പിന്നാലെ ചലച്ചിത്ര താരവും BJP നേതാവുമായ സുരേഷ് ഗോപി രംഗത്ത് വരികയും അവർക്ക് സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ താൻ പെൻഷൻ നൽകാം എന്നൊരു വാഗ്ദാനം അദ്ദേഹം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ചില പാടശേഖര സമിതികളും മറ്റുമൊക്കെ അവർക്ക് സഹായവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവർ സമരം അവസാനിപ്പിച്ചുവെങ്കിലും കളക്ടർക്ക് നേരിട്ട് ഇന്ന് പരാതി നൽകും എന്നുള്ളതാണ് ഈ അമ്മമാർ പറയുന്നത്. കാരണം തങ്ങൾ ഇത്തരത്തിൽ സമരം ഇരുന്നിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഇത് കളക്ടർ ഉൾപ്പെടെ നേരിട്ട് ബോധ്യപ്പെടുത്തും എത്രത്തോളം ദുരിതമാണ് തങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ കാര്യങ്ങൾ കളക്ടറെ ഉൾപ്പെടെ അറിയിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പരാതി നൽകുന്നത്, കളക്ടർക്ക് പരാതി നൽകുന്നത് തങ്ങളെപ്പോലെ ഒരുപാട് ജനങ്ങൾ ഈ കഴിഞ്ഞ 6 മാസമായി പിണറായി സർക്കാർ പെൻഷൻ നൽകാതായതോടുകൂടെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് അമ്മമാരും വയോജനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ നീതി വേണം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി കളക്ടർക്ക് പരാതിയായി നൽകാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരാതിയായി നൽകും എന്നുള്ളതാണ് ഇന്ദിര പറയുന്നത്. ഇന്ന് രാവിലെ ഒരു 10-11 മണിയോടുകൂടെ തന്നെ കളക്ടറേറ്റിൽ നേരിട്ടെത്തി കളക്ടറെ നേരിൽ കണ്ട് ഇതിൽ പരാതി നൽകും എന്നുള്ളതാണ് അമ്മമാർ വ്യക്തമാക്കിയിട്ടുള്ളത്.